നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ സ്പെയിന് ജേതാക്കളായിരിക്കുന്നു. കളി കഴിഞ്ഞ പാടെയുള്ളൊരു ക്വിക്ക് റിവ്യൂ ആയിട്ട് വന്നാണ് ഞാൻ. വിശദമായിട്ട് ടാക്റ്റിക്കലായിട്ടുള്ള വിശകലനങ്ങളൊക്കെ നാളെ ഷിയാബ് സാറുമൊത്ത് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നടത്തും. ഇപ്പോൾ കളി കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതാ ചുറ്റുവട്ടത്തൊക്കെ പടക്കം പൊട്ടുന്ന ശബ്ദമാണ്. അർജന്റീനയുടെ വീഴ്ച ആഘോഷിക്കുകയാണ്. ഇതിൽ ഈ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം പറയട്ടെ. ഈ കളി ജയിക്കാനായിട്ട് ഒറ്റ ടീമേ ശ്രമിച്ചിട്ടുള്ളൂ, അത് സ്പെയിനാണ്. അർജൻറ്റീന ശ്രമിച്ചത് എങ്ങനെയെങ്കിലും 90 മിനിറ്റ് കിടക്കുക, അത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈം കിടക്കുക, ഷൂട്ടൗട്ടിലേക്ക് എത്തിയാൽ എമി മാർട്ടിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട് അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് അർജൻറ്റീന കളിച്ചെന്ന് തോന്നുന്നു. അല്ലാതെ എതിർ ഗോൾ മുഖത്തേക്ക് വേണ്ട വിധത്തിലുള്ളൊരു നീക്കം പോലും നടത്താൻ അർജൻറ്റീനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നോക്കുമ്പോൾ സ്പെയിൻ എത്രത്തോളം ആധിപത്യം പുലർത്തി എന്നുള്ളത് വ്യക്തമല്ലേ. കളിയിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നത് ഹുലിൻ അൽവാരസും ലയണൽ മെസ്സിയും നിക്കോ ഗോൺസാലസും ഒക്കെയായിരുന്നു. മറുഭാഗത്ത് മൈക്കിൾ വെർസബാലും അലക്സ് ബെയ്നയും ഡാനി ഒൽമയും ലാമിൻ യമാലും ഒക്കെ ചേർന്നുകൊണ്ട് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ ആദ്യ പകുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയുള്ള സമയം മെസ്സിക്കൊക്കെ വളരെ കുറഞ്ഞ ടച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലേ? അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ഒറ്റ ഷോട്ടും വരുന്നില്ല. അങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമോ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെന്നേ, അങ്ങനെ തന്നെ പോകുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ലിച്ചാൻഡ്രോ മാർട്ടിനസിന് പരിക്ക് പറ്റി. നിക്കോളാസ് ഓട്ടാമെൻഡിയെ ഇറക്കേണ്ടി കൂടി വന്നതോടുകൂടി അർജന്റീനയുടെ പതനം അവിടെ ഏതാണ്ട് അനിവാര്യമാണ് എന്നുള്ളത് വ്യക്തമാവുകയായിരുന്നു. ഇടവേള സമയത്ത് മത്സരം ഗോൾ രഹിത സമനിലയാണ് എന്ന് പറയുമ്പോഴും അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കണം. ശ്രമങ്ങൾ ആകെ ഒരു 3 ഷോട്ട് വന്നു, അതും 3 സ്പെയിനിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരു ശ്രമവും അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിരുന്നു. അല്ലെങ്കിൽ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പല ഘട്ടങ്ങളിലും അർജന്റീനയ്ക്ക് ബോൾ പോലും കിട്ടാതെ കാര്യങ്ങൾ സ്പെയിന് തന്നെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നിക്കോ ഗോൺസാലസിനെ പിൻവലിച്ച് പരഡസിനെ വിടാൻ തീരുമാനിച്ചു കോച്ച്. എന്നിട്ടും പ്രത്യേകിച്ച് കളി പിടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. വെറുതെ ഒരു ആർഗ്യുമെൻറ്റ് നടത്തി ഉരുന്തും തള്ളൊക്കെ ഉണ്ടാക്കി പരഡസ് ഒരു യെല്ലോ കാർഡും വാങ്ങി വെച്ചു. പിന്നെ മൊണ്ടീലിനെ മാറ്റി നാഹുൽ മൊളിനെ കൊണ്ടുവന്ന് നോക്കി. മറുഭാഗത്താണെങ്കിൽ കളി തിരിക്കാനുള്ള ആളെ ഇറക്കി വിട്ടു. ഡിലാഫ്യൂൻ്റെ, അതായത് ഫെറാൻ ടോറസ് വന്നു, പെഡ്രി വന്നു. അങ്ങനെ മത്സരം പിടിക്കാനുള്ള സ്പെയിനിൻ്റെ ശ്രമങ്ങൾ തുടരവേ അർജന്റീന എങ്ങനെയെങ്കിലും 90 മിനിറ്റ് ഒന്ന് കഴിയണം എന്ന രൂപത്തിൽ അപ്പോഴേ ആ രൂപത്തിലേക്കാണ് കളി കൊണ്ടുപോയത്. ക്യൂട്ടി റൊമേറോയെ പിൻവലിച്ച് ഫെക്കുണ്ടോ മെദീന വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡിഫൻസിലുള്ള ഓരോരുത്തരെയും മാറ്റി വേറെ ആളുകളെ കോച്ചിറക്കുകയാണ്. റോഡ്രിഗോ ഡിബോളിനെ മാറ്റി ഹൂലിയാനോ സിമയോണിയെയും കളിക്കളത്തിലേക്ക് കിട്ടും. മറുഭാഗത്ത് നിക്കോ വില്യംസും മൈക്കൽ മെറീനോയും കൂടി വന്നു. അപ്പോൾ ജയിക്കാനായിട്ടുള്ള ശ്രമം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എമി മാർട്ടിനസിൻ്റെ രക്ഷപ്പെടുത്തലുകൾ കൊണ്ട് അർജന്റീന അങ്ങ് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. എമി ഒറ്റ കൈ കൊണ്ടാണ് കളിക്കുന്നതെന്ന് അറിയാലോ. അദ്ദേഹത്തിന് ഒരു കൈ വിരലിന് പ്രശ്നമാണ്. എന്നിട്ടും വീരോചിതം അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അർജന്റീന ഇങ്ങനെ നീണ്ടു പോയി. പരാജയം നീട്ടിക്കൊണ്ടുപോയത് മാത്രം. എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡും കിട്ടി. തീർന്നല്ലോ പണി. 10 പേരായിട്ട് ചുരുങ്ങിയതോടുകൂടി പിന്നെ എക്സ്ട്രാ ടൈമിൽ ഒന്നും ചെയ്യാനില്ല അർജന്റീനക്ക്. സുബിമന്തിയും അതുപോലെ തന്നെ ഗാർഷ്യയും ഒക്കെ കളിക്കളത്തിലേക്ക് വന്നു. മറുഭാഗത്താണെങ്കിൽ സെനേസിയെ കളിക്കളത്തിലേക്ക് വിടുന്നു. ഹുലിൻ അൽവാരസിനെ പിൻവലിച്ച് സെനേസിയെ കളിക്കളത്തിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ സംഭവം എന്താന്ന്? സ്ട്രൈക്കറെ പിൻവലിച്ച് ഡിഫൻഡറെ ഇറക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകണം. എക്സ്ട്രാ ടൈം അങ്ങ് കഴിയണം, ഷൂട്ടൗട്ടിലേക്ക് എത്തണം. ഇതായിരുന്നു അർജന്റീനയുടെ പ്ലാന്. പക്ഷേ അങ്ങനെ അങ്ങ് വിടാൻ സ്പെയിൻ തയ്യാറായിരുന്നില്ല. നല്ലൊരു നീക്കത്തിനൊടുവിൽ നിക്കോ വില്യംസ് പന്ത് വലയിലേക്ക് എത്തിച്ചു. ബട്ട് റഫറി എന്തിനാണോ അത് റൂൾഡ് ഔട്ട് ആക്കിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ പറയത്തക്ക ഫൗളൊന്നും സംഭവിച്ചിട്ടില്ല. നത്തിങ്. പക്ഷേ അത് ഗോള് ഡിസലവ് ചെയ്തു. എന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ? പിന്നെ അതേ നിക്കോ വില്യംസിൻ്റെ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹെഡ് ചെയ്ത് കൃത്യമായിട്ട് ഇട്ട് കൊടുത്താണ്. ദിബു മാർട്ടിനസ് അത് പിടിക്കാൻ പോയി. അപ്പോഴേക്കും മറുഭാഗത്ത് ഫെറാൻ ടോറസ് വലയിലേക്ക് പന്ത് അടിച്ചങ്ങ് കയറ്റി. 1-0. കളി 106-ാമത്തെ മിനിറ്റിൽ 1-0. തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അർജന്റീനയ്ക്ക് സമയമുണ്ട്. അർജന്റീന ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗോള് വീണതിന് ശേഷമാണ് പിന്നെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്താൻ പോകുന്നത്. മെസ്സിയുടെ ചില കോർണറുകൾ, അതിനെ തുടർന്ന് ഹൂലിയാനോ സിമിയോണിക്ക് കിടിലൊരു അവസരമൊക്കെ കിട്ടി. അടിച്ചങ്ങ് പറത്തി എൻ്റെ മുകളിലൂടെ. അനിവാര്യമായ തോൽവിയിലേക്ക് അർജന്റീന പോകുന്നു. പിന്നെ ആ ഫൈനൽ വിസിലങ്ങ് മുഴങ്ങുന്നു. തീർന്നു.
അർജന്റീന തോൽവി ഏറ്റുവാങ്ങി. ഇതിൽ എന്താണ് അത്ഭുതം? ഒരു അത്ഭുതവും ഇല്ല. ജയിക്കാൻ കളിച്ചത് സ്പെയിന്. അവർക്ക് എക്സ്ട്രാ ടൈമിലേക്ക് ഈ ഷൂട്ട് ഔട്ടിലേക്ക് പോകേണ്ടെന്നുണ്ടായിരുന്നു. അവരത് നേടി. ഒറ്റ ഗോളിന് അവർ വിജയിച്ച് കയറി. അത്ര തന്നെ സംഭവിച്ചുള്ളൂ. കളിയിൽ മൃഗീയമായ ആധിപത്യം. 20 ഷോട്ടുകളാണ് ടോട്ടൽ സ്പെയിൻ അടിച്ചത്. ആകെ 2 ഷോട്ടുകൾ അർജന്റീനയുടെ ഭാഗത്തുനിന്നുള്ളൂ. നോക്കണം, അർജന്റീനയുടെ ഗോൾ കീപ്പർ എബി മാർട്ടിനസ് 11 സേവുകൾ നടത്തി. അല്ലായിരുന്നെങ്കിൽ ഇത് എത്രയോ വലിയ ദുരന്തമായിട്ട് മാറിപ്പോയേനെ. ബിഗ് ചാൻസുകൾ 4 സ്പെയിന് ഉണ്ടാക്കുമ്പോൾ ഒറ്റ ബിഗ് ചാൻസ് പോലും അർജന്റീനയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം കൂടി നോക്കണം. അപ്പം ഏതായാലും അനിവാര്യമായ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് അർജന്റീന ഒടുവിൽ ലോക ചാമ്പ്യൻ പട്ടത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്പെയിനിൻ്റെ പട്ടാഭിഷേകം നടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.